Hey guys, so welcome back to my YouTube channel. സോ നമ്മൾ കുറേ നാളായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ടൈമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വ്ളോഗൊന്നും എടുക്കാറുള്ളത്. കാരണം ഇപ്പോഴത്തെ പുതിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുറച്ച് ഹെക്റ്റിക്കാണ്. ബട്ട് കമ്പയറിങ് ടു വൈദേഹി പേഷ്യൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. പക്ഷേ ഇവിടെ നമ്മളെപ്പോഴും വെറുതെ കിടന്ന് ഓടണം. അപ്പം ഇവിടെ നമ്മളൊന്നും പ്രത്യേകിച്ച് ഡിലേ ആക്കാൻ പാടില്ല. പേഷ്യൻസൊക്കെ വരുവാണെങ്കിൽ തന്നെയും 10 മിനിറ്റിനുള്ളിൽ എല്ലാം ചെയ്ത് നമ്മൾ പേഷ്യൻറ്റ് പറഞ്ഞു വിട്ടിരിക്കണം, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരും. സോ ഞാനിപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. സോ കുറച്ച് നാളായിട്ട് വ്ളോഗ്സ് ഒന്നും എടുക്കാത്തതുകൊണ്ട് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. സോ വെൽക്കം ബാക്ക്. ഞാൻ ഇനി വീഡിയോസൊക്കെ എന്നും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. സോ വെൽക്കം ബാക്ക്. സോ എൻ്റെ ഏപ്രിൽ എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കെന്യ എന്നാണ് ഇതിനെ പറയുക. അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യാം. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അധികം വ്ളോഗൊന്നും ചെയ്യുന്നില്ല. എനിക്കിന്ന് ഡ്യൂട്ടി 8 to 2 ആണ്. സോ 2 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്, ഷോർട്സ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. കാരണം പുതിയ ഹോസ്പിറ്റലായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാനൊരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല, നൈറ്റ് ഡ്യൂട്ടിക്ക് പുറത്ത് ഫുഡ് എന്തോ മേടിക്കാനായിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ഒരു ചെറുക്കൻ വന്നിട്ട് ചോദിച്ചു, ടീ കോഫിയൊക്കെ വേണോ? അപ്പോൾ ഞാൻ ഇവനേതാന്നുള്ള രീതിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ മനസ്സിലായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ രാത്രി ചായ കൊണ്ടുവരുന്ന ചേട്ടനായിരുന്നു. അപ്പോൾ എന്നെ വഴിക്ക് വെച്ച് കണ്ടിട്ട് വേണമെന്ന് ചോദിച്ചായിരുന്നു. എനിക്ക് ആളാരാന്ന് കൂടി മനസ്സിലായില്ല. പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് കേസ് ചെയ്യാൻ പോയപ്പം അവിടുത്തെ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന അക്ക, അവർ ചായയൊക്കെ ഇടും. പുള്ളിക്കാരത്തി എല്ലാവരും അടുത്തും ഒക്കെ സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അവിടുത്തെ പോലുമല്ല, ആ ഡിപ്പാർട്ട്മെൻറ്റിലെ പോലുമല്ല, എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഒരു ബ്ലാക്ക് ടീ ഇട്ടിട്ട് വരട്ടെ രാത്രി 3 മണിക്ക്. അപ്പോൾ ഞാൻ പിന്നെ ഇല്ല കുഴപ്പമില്ലക്കാന്നൊക്കെ പറഞ്ഞു. നല്ല പ്രായമുള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നൊക്കെ തൊട്ട് എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വർക്കിംഗ് എൻവയൺമെൻറ്റ്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്, ഭയങ്കര സഹായമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളതൊക്കെ കാണിക്കാം. ലക്ഷ്മിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ടാവുകയാണ്. ഒരു 4 days നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. സോ ഇപ്പോൾ അവൾ റൂമിലുണ്ട്. അവൾക്ക് ഇന്ന് രാത്രി 8 o'clock വന്നാൽ മതി. സോ പക്ഷേ ഞാനും ആദ്യം സത്യം പറഞ്ഞാൽ അങ്ങനെ കാണാറേ ഇല്ല. കാരണം എനിക്കിപ്പോൾ 8 to 2 ആണെങ്കിൽ അവൾക്ക് 2 to 8 ആയിരിക്കും, അല്ലെങ്കിൽ 8 to 8 ആയിരിക്കും, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും. നമ്മളങ്ങനെ കാണുന്നത് ഭയങ്കര കുറവാണ്. ഗൈസ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേഷ്യൻസ് ഇല്ലാത്ത ടൈമിൽ ഇങ്ങനത്തെ റിക്വസിഷൻസ് വരും. ഇങ്ങനത്തെ റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സർജറിക്കൊക്കെ എടുക്കേണ്ട പേഷ്യൻസാണ്. അപ്പോൾ നമ്മൾ ഇവരെ ഈ നമ്പറിൽ വിളിച്ചിട്ട് എക്കോ റൂമിൽ നിന്നാണ് വിളിക്കുന്നത്. പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്യണം, ഇപ്പോൾ തന്നെ സെൻഡ് ചെയ്യണം എന്ന് പറയും. എന്നിട്ട് നമ്മൾ അവളെ വിളിച്ച് ടൈമും കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കും. കാരണം പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരാതിരിക്കും. കാരണം നമ്മൾ കോൾ ചെയ്തില്ല എന്നൊരു പരാതി വരരുത്. ഇപ്പോൾ സമയം 8:52. ഇതാണ് റോജ സിസ്റ്റർ. ഫോണിലെ സ്റ്റോറേജ് അങ്ങ് തീർന്നുപോയി, അതാണ് ബാക്കി എടുക്കാൻ പറ്റാത്തത്. അതാണ് റോജ സിസ്റ്റർ, നമ്മുടെ അവിടുത്തെ സിസ്റ്ററാണ്. പിന്നെ സിന്ധു സിസ്റ്റർ, കുറേ ആൾക്കാരുണ്ട്. സുഗന്ധിയൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഹായ് ഗൈസ്. Guys, this is my friend Muzambi, and she's from Sudan. Yeah. Located in Africa, guys. ഇവളുടെ പേരാണ് മുസാൻ. ബട്ട് ഞങ്ങൾ ഇവളെ മുസംബി എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. ഭയങ്കര ഒരു പാവം കൊച്ച. ഷോ മീ ഫ്രോഗ്. കണ്ടോ, ഇത് മുസംബി തന്നതാ. ഇതിൽ കുറേ ഉണ്ട്. ഇതിൽ സ്മൂത്തീസ് എഴുതിയിട്ടുണ്ട് കണ്ടോ. അതുപോലെ കുറേ ആൾക്കാർക്ക് പാൻ കേക്ക്സ്. ഇത് സൗദി നമ്മൾ കൊണ്ടുവന്നതാണ്. ഭയങ്കര സ്നേഹമാണ്. ഹായ് എന്നടി വെക്കം വരുതാ. ഗൈസ്, ഇതാണ് പവിത്ര. ബർത്ത്ഡേ ഗേൾ ആണ്. പക്ഷെ ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. ഇന്നലെ ലീവ് ആയിരുന്നു തങ്കം. ഞാൻ പോയി വേറെ നോക്കട്ടെ. അങ്ങോട്ട് കാണിക്കും, ഇങ്ങനെ കാണിക്കും. ശ്രുതി, ഇതാണ് ശ്രുതി. ഹായ്.
അപ്പോൾ ഞാനിപ്പം വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ. ആദ്യക്ക് നല്ല പനിയൊക്കെയാണ്. എനിക്ക് 2 ദിവസമായിട്ട് പനിയായിരുന്നു. എൻ്റെ പനിയാന്ന് തോന്നുന്നു അവൾക്ക് കിട്ടിയത്. അവളുടെ അച്ഛനും അമ്മയൊക്കെ 2-3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയപ്പോഴത്തേക്കും വീട്ടിൽ ഉറങ്ങിയ പോലെ തോന്നുന്നു. ഒരു 2-3 ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഡ്രസ്സായിരുന്നു. ഞാനിപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇന്നതിനകത്തൊരു ക്ഷീണവും ഉറക്കമൊക്കെ ഉണ്ട്. സോ ഞാൻ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. കുളിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. ഇനി വൈകിട്ട് എണീറ്റിട്ട് കാണാം. ഓക്കെ. സോ ഹേ ഗൈസ്, ഞാൻ നല്ലൊരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റേക്കുവാണ്. ആദ്യം ഡ്യൂട്ടിക്ക് പോയി. എനിക്ക് ഭയങ്കര ഉറക്കം വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു. ഇത്ര ഉറക്കം അടുത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അത്ര ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. ഇതൊരു ലിപ് ബാമാണ്. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചാട്ടോ. ബയോലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ് ബാമാണ്. എനിക്ക് നോർമലി വൈകിട്ടായ ഒരു ചായ എന്തായാലും വേണം. നമുക്കറിയുന്നൊരു കാര്യമാണ്. രാവിലെ വൈകിട്ട് ഞാൻ എന്തായാലും ചായ കുടിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് പോയിട്ടൊരു ചായ ഇട്ട് കുടിക്കാം. എന്നിട്ട് കുറച്ച് മുറ്റത്തൊക്കെ പോയിരിക്കാം, ബാൽക്കണിയിലൊക്കെ പോയിരിക്കാം, പ്രകൃതി ഭംഗി ആസ്വദിക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗുഡ് ലൈഫിൻ്റെ ഇങ്ങനത്തെ ഒരു ടോണ്ട് മിൽക്കിൻ്റെ ഒരു പാക്കറ്റാണ്. ഇത് ടോണ്ട് മിൽക്കാണ്. സോ ഇത് അറ്റ് എ ടൈം യൂസാണ്. കാരണം ഇതിനി നാളത്തേക്ക് വെക്കാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട്. സോ ഗൈസ്, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് മന്ത് നാട്ടിലേക്ക് പോകുന്നുണ്ട്. എനിക്കൊരാവശ്യമുണ്ട്. സോ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ജുംക്ക വിത്ത് ഇങ്ങനെ നമ്മൾ ഇടൂലേ, അങ്ങനത്തെ ഒരു സാധനം എനിക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാനൊരെണ്ണം ഓർഡർ ചെയ്തു. നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയായിരിക്കും. ഞാൻ പൊതുവെ അങ്ങനെ കമ്മലുകളൊന്നും ഇടാറില്ല. കാരണം എനിക്ക് സ്വർണ്ണമല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇട്ട കാത് പഴിക്കും. മീൻസ് കമ്മൽ മാത്രമല്ല, എല്ലാം അങ്ങനെ തന്നെ. എല്ലാം ഗോൾഡ് മാത്രം ഇടാൻ പറ്റും. എൻ്റെ കൂട്ടത്തിലുള്ള ഇങ്ങനെ ഇടുന്ന സാധനം നമുക്ക് നോക്കാം. എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇടാത്തത് കൊണ്ട് ചേരുമോ എന്നുള്ളതാണ്. ഒന്നാമത് കൊച്ചു മുടിയും കൂടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ട്രഡീഷണൽ ആയിട്ട് തോന്നിക്കണമെങ്കിൽ കുറച്ച് വലിയ മുടിയാണെങ്കിലാണ് രസം. അങ്ങനത്തെ ഒന്നും ഇടാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് പോലും അറിയാം. രസമുണ്ടാവും അല്ലേ? ഇങ്ങനെ വരുമ്പോഴത്തേക്കും ജുംക്ക നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കൂടെ വെച്ച് കുറച്ചും കൂടി ഈ സൈഡാണ് ഇഷ്ടം. അയ്യോ, ഐ എം വെരി എക്സൈറ്റഡ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇടാതെ നമ്മളിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേകത ഒരു ഫീലല്ലേ, എനിക്കിഷ്ടമായി. സോ പിന്നെ ഇന്ന് നമ്മളധികം വ്ളോഗൊന്നും എടുത്തിട്ടില്ല. സോ ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ ഞാൻ ഓർത്തു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയെങ്കിലും ഫ്യൂ ഡേയ്സ് ഇൻ മൈ ലൈഫ് ഞാൻ കാണിക്കാൻ ഓർത്തു. ലൈക്ക് എനിക്കിപ്പോൾ ടൈം കിട്ടാറില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നു പോകുന്നുണ്ട്. കാരണം കുറച്ച് നാളായി വ്ളോഗ്സൊക്കെ എടുത്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കുഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കും, അതിനൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിനി ഉറങ്ങാൻ പോവാണ്. അപ്പം
തുടങ്ങാൻ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സാധനം നിങ്ങളെ കാണിച്ചില്ല. അതായത് ഒരു സാധനം കണ്ടോ, ഇത് ആക്ച്വലി ഒരു പാക്കാണ്. അല്യൂർ എലിക്സിർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് പാക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ട് ബാക്കി വീഡിയോസ് ഇടാമെന്നാണ് വിചാരിച്ചത്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. സോ ഇതെന്ന് പറയുന്നത് ടാനിങ് ഒക്കെ നന്നായിട്ട് പോക്കുമെന്നാണ് പറഞ്ഞത്. ബട്ട് നമ്മൾ 30 days ഇടണം. എന്നും ഒരു 30 days ഇട്ടെങ്കിലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. ഇപ്പം ഇത് ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഇവിടുത്തെ ഈ ഒരു ഭാഗവും ഇവിടുത്തെ ഷെയ്ഡും നല്ല ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര ടാൻഡായിട്ടാണ് ഇരിക്കുന്നത്. അതും വർഷങ്ങളായിട്ടുള്ള ടാൻ ഉണ്ട്. സോ അതെനിക്കൊന്ന് പോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എന്നും നമ്മൾ വെയിലത്താണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പോകത്തില്ല എന്നറിയാം. ബട്ട് സ്റ്റിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പാക്കൊക്കെ ഇട്ടിട്ടെ. സോ ഗൈസ്, ഞാനിപ്പം എന്നെ കണ്ട് നിങ്ങളിപ്പോൾ പേടിക്കണ്ട. ഞാൻ കുറച്ച് പറഞ്ഞ സാധനമൊക്കെ ഒന്ന് ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു 30 minutes ഇരിക്കട്ടെ. ഇത് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് ചൊറിയാനൊക്കെ തുടങ്ങും. നമ്മളിപ്പോൾ സലൂണിൽ പോയിട്ടൊരു ഡീറ്റ് ആൻഡ് ഫേഷ്യൽ ചെയ്യുമ്പോഴും അവരൊരു സംഭവം ഇടും. അത് ഇടുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഒരു എരിച്ചിലുണ്ടാവും. ആ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ജേർണലിംഗ് പാർട്ട് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് എൻ്റെ ജേർണൽ സ്റ്റാർട്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ജേർണൽ സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുകൂടാണ്ട് ഇന്ന് എൻ്റെ പുതിയ റൂമിൻ്റെ കുഞ്ഞൊരു മേക്ക് ഓവർ പോലെ, ലൈക്ക് മേക്ക് ഓവർ അല്ല, ഇതൊക്കെ ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ചെറുതായിട്ടൊരു വാൾ ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. അതായത് കുറച്ച് ഫെയറി ലൈറ്റൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ 3 പേരുടെയും, എൻ്റെയും ആദിയുടെയും ആൻവിൻ്റെയും കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. പഴയ ഫ്ലാറ്റിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് വെച്ചിട്ട് ഇവിടെ ഒന്ന് വോളൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇനി കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വോളൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ട്. പയ്യെ ചെയ്യാം നമുക്ക്. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. ഇതാണ് ഞങ്ങളുടെ പുതിയ റൂം. നേരത്തെ ഉണ്ടായിരുന്ന വീട് വൈറ്റ് ഫീൽഡാണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന RT നഗറാണ്. ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു ഫ്ലാറ്റാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു 1 BHK ആണ്. അപ്പോൾ ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫ്ലാറ്റാണ്. അതിനെ നമുക്ക് എങ്ങനെയും കുറച്ച് ഡെക്കറേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഓർത്ത് ഇരിക്കുമായിരുന്നു. പഴയ റൂമിൽ നിന്ന് പുതിയ ഫ്ലാറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആയപ്പോഴേക്കും കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ ഒരു ബാഗിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പഴയ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്, അതൊക്കെ കുറച്ച് പൊടി പിടിച്ചായിരുന്നു. സോ ഞങ്ങളിത് ഇവിടെ വെക്കുന്നതിന് മുന്നേ ഒന്ന് എല്ലാം വൃത്തിയാക്കിയിട്ടാണ് വെച്ചതൊക്കെ. ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങളുടെ ഇതിലെ ഓരോ ഫോട്ടോയ്ക്കും സത്യം പറഞ്ഞാൽ ഓരോ മെമ്മറീസാണ്. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ആ മെമ്മറീസ് ഞങ്ങൾ സൂക്ഷിച്ച് മനസ്സിൽ വെക്കുന്നുണ്ട്. സോ ഇതെന്നും ഞങ്ങളുടെ ഫോർ എവർ ഹാർട്ടിലുള്ളൊരു സംഭവമാണ് ഈ പിക്ചേഴ്സ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ജേർണലിംഗ് സ്റ്റോറി പറയാം, എന്തുകൊണ്ടാണ് ഞാൻ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറച്ച് യുണീക്കായിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഞാൻ എൻ്റെ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്ന ഒരാളല്ല. വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ്ങും ഓവർ ആങ്സൈറ്റി ഇഷ്യൂസും അങ്ങനെ എല്ലാം വരാറ്. സോ അതിനായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജേർണലിംഗ് ബുക്ക് എഴുതി തുടങ്ങുന്നത്. സോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോ ഞാൻ കുറേ റെഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് ഞാൻ എന്താന്നുള്ളത്, പിന്നെ എൻ്റെ കഴിഞ്ഞ ഒരു 2-3 കൊല്ലം എങ്ങനെയായിരുന്നു എന്നുള്ളത്, എൻ്റെ 2025 എങ്ങനെയായിരുന്നു എന്നുള്ളത്, അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ മെയിൻ ഗോൾസ് എന്തൊക്കെ ഞാൻ അച്ചീവ് ചെയ്യണം, എന്തൊക്കെയാണ് എൻ്റെ ആഗ്രഹം, ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് എഴുതിയിട്ടുള്ളത്. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര സുഖമായിരുന്നു. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. സോ ഡു ലെറ്റ് മീ നോ ഇൻ ദി കമന്റ് സെക്ഷൻ. ബൈ.